നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും അന്തരീക്ഷത്തോടും സർവചരാചരങ്ങളോടും കൃതജ്ഞത രേഖപ്പെടുത്തുക. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുകയും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം മുഴുവൻ റിലാക്സ്ഡ് ആയതായി അനുഭവിക്കൂ. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു ആധ്യാത്മിക സാധനയിലൂടെ മാത്രമേ നമുക്ക് ആഴത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം ആത്മീയ തലത്തിലുള്ള സബ്ജക്റ്റീവ് തലത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പം അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസ് അനിവാര്യമാണ്. സഹജമാർഗം വളരെ ലളിതമായിട്ടുള്ള സിസ്റ്റമാണ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൻ്റെ മെഡിറ്റേഷൻ, ക്ലീനിങ് എന്നീ ഭാഗങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പൊ നമ്മൾ ലാളിത്യത്തിനെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ലാളിത്യം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ തിരിയണം എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്തു. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ തിരിച്ചറിഞ്ഞു അതിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ധർമ്മങ്ങളെല്ലാം, ഡ്യൂട്ടീസ് എല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഗ്രഹങ്ങളിൽ വീഴാതെ ആവശ്യങ്ങളിൽ മാത്രം നമ്മൾ നിലനിന്നുകൊണ്ട് തുടരാൻ സാധിക്കും. അപ്പോൾ ആ പാത, ആവശ്യങ്ങളുടെ ലാളിത്യത്തിന്റെ ആ പാത നേരെ നമ്മൾ കൂടുതൽ കൂടുതൽ ലാളിത്യത്തിലേക്കും കൂടുതൽ കൂടുതൽ സ്നേഹത്തിലേക്കും ഉയർത്തുന്നു. ഈ ലക്ഷ്യം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം. കുട്ടിക്കാലത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലക്ഷ്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഡ്രൈവർ ആവണം എന്നായിരിക്കും ഒരു ആൺകുട്ടിയുടെ ആഗ്രഹം. ക്രമേണ വലുതാവുമ്പോൾ ആഗ്രഹങ്ങൾ മാറി വരും. കുട്ടിക്കാലത്ത് കളിപ്പാട്ടങ്ങൾ വേണം, ഡോള് വേണം, മുട്ടായി വേണം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ്. കൗമാരപ്രായത്തിലെത്തുമ്പോൾ
ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ട ചില എക്സാമ്പിൾസ് അവർ തന്നെ തിരഞ്ഞെടുക്കുന്നു. ചിലപ്പോൾ ഒരു പ്രസിദ്ധനായ വ്യക്തിയായ ഫിലിം സ്റ്റാർ ആയിരിക്കാം, കളിക്കാരനായിരിക്കാം, നേതാവായിരിക്കാം. അവരുടെ ആ ജീവിതവും അവരുടെ ബാഹ്യമായിട്ട് ആകർഷണം അത് വല്ലാണ്ട് അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ അവരെ പോലെ ആവണം എന്നുള്ളൊരു ചിന്ത. അപ്പൊ അവരെ പോലെ ഡ്രസ്സ് ചെയ്യുന്നു, അവരെ പോലെ ഹെയർ കട്ട് ചെയ്യുന്നു, അവരെ പോലെ നടക്കുന്നു, അവരെ പോലെ സംഭാഷണം ചെയ്യുന്നു. ഇങ്ങനെയാണ് ചെറുപ്പക്കാർ ചെയ്യുന്നത്. അപ്പൊ അത് ഫാഷനായിട്ട് അവർ കണക്കാക്കുന്നു. അപ്പോൾ ഭാഗ്യവശാൽ ആ ഫോളോ ചെയ്യുന്ന വ്യക്തി ഒരു നല്ല ക്യാരക്ടറുള്ള ആളാണെങ്കിൽ ക്യാരക്ടർ എമുലേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. സ്വഭാവം അനുകരിക്കുക, അതാണ് യഥാർത്ഥത്തിൽ എമുലേഷൻ. പക്ഷെ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. എല്ലാവരും കാണുന്നത് ആ മഹത് വ്യക്തിയുടെ ലോകത്തിലുള്ള സ്ഥാനം, ഒന്നുകിൽ സമ്പന്നത, അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള ഉയർന്ന ഒരു സ്ഥിതി. എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ഒരു പദവി, ഇതൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഷോർട്ട് കട്ടിൽ അതുപോലെ ആയിത്തീരാൻ ഉള്ള ശ്രമങ്ങൾ. ഇപ്പൊ ഹാർഡ് വർക്ക്, ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ, ഇതൊന്നും സാധാരണ ശ്രദ്ധിക്കുന്നില്ല. പുറമേയുള്ള കാര്യങ്ങൾ മാത്രം ആണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ അവിടേക്ക് എത്തിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന എന്തായിരിക്കും ജീവിത രീതി, അവരനുഭവിക്കുന്ന ബാഹ്യമായിട്ടുള്ള ജീവിത രീതി, അതാണ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ അട്രാക്റ്റഡ് ആവുന്നത് മെറ്റീരിയൽ തരത്തിലാണ്, ഫിസിക്കൽ ഡയമെൻഷനാണ്. പൈസക്കാരനാവുക, പ്രസിദ്ധി നേടുക. ഇപ്പൊ കലാകാരനാണെങ്കിൽ നല്ലൊരു കലാകാരനാവുക, ഗായകനാവുക, നർത്തകനാവുക, നല്ലൊരു സയന്റിസ്റ്റ് ആവുക. അപ്പൊ എന്താണ് ഒരു നല്ല കലാകാരൻ എന്ന് പറഞ്ഞാൽ? പ്രസിദ്ധനാവണം, നല്ല സമ്പാദ്യം ഉണ്ടാവണം. അപ്പം ഫിസിക്കൽ ഡയമെൻഷനിലാണ് ഈ വിജയം കണക്കാക്കുന്നത്. കുറച്ചു കാലം കഴിയുമ്പോൾ കഴിവുകളെല്ലാം ഇല്ലാതെയാവുന്നു. പാടാൻ പറ്റാതെയാവുന്നു, ഡാൻസ് ചെയ്യാൻ പറ്റാതെയാവുന്നു. അപ്പൊ ആദ്യം കിട്ടിയ അഡുലേഷൻ അത് കിട്ടാതെയാവുന്നു. ഒരു ഡാൻസർ അവസാനം കളിക്കുന്ന ഡാൻസാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര് നിശ്ചയിക്കുക എന്ന ഒരു പ്രോവർബുണ്ട്. കാരണം അവസാനത്തെ ഡാൻസ് മോശമായി കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് അതുവരെ ചെയ്തതെല്ലാം പോകും. നല്ലൊരു എഴുത്തുകാരൻ അവസാനം എഴുതുന്ന ലേഖനങ്ങളോ കഥകളോ അത് മോശമാണെങ്കിൽ അതുവരെയുള്ളതെല്ലാം കളങ്കപ്പെടുന്നു. എന്നാലും അയാൾ അങ്ങനെ എഴുതിയല്ലോ, അയാൾ അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പുറമേ ഉണ്ടാവുന്ന ഈ വിജയങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇല്ലാണ്ടാവും, തീർച്ചയായിട്ടും പരാജയത്തിലാണ് എത്തുക. എത്ര വലിയ ആളാണെങ്കിൽ അവസാനം ഇവിടെ നിന്നും ലോകം വിട്ടു മരിക്കും, ശരീരം വിടും. ഈ വിജയങ്ങളൊക്കെ വിട്ടിട്ട് പോകേണ്ടി വരും. ഉള്ളില് ഉണ്ടാവുന്ന അനുഭവത്തെ പറ്റി ശ്രദ്ധിക്കാതെ പോകുന്ന ആൾക്കാർ. എന്തിനാണ് യഥാർത്ഥത്തിൽ ജീവിച്ചത്, എന്തിനാണ് പ്രാധാന്യം നൽകുന്നത് എന്ന് അവർ തിരിച്ചറിയാതെയാണ് പോകുന്നത്. ഞാനൊരു ചെറിയൊരു അനുഭവം പറയാം. എൻ്റെ ഒരു പേഷ്യൻ്റ്, അദ്ദേഹം പുറത്തായിരുന്നു വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ഡയബറ്റിക് ആയിരുന്നു, 40-40 വയസ്സുണ്ട്. അദ്ദേഹം എന്നെ ആദ്യം കാണാൻ വരുമ്പോൾ കണ്ണ് പരിശോധിച്ചു. കാരണം ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ളൊരു രോഗമുണ്ട്. എല്ലാ ഡയബറ്റിക്സിനെയും പരിശോധിക്കണം. അപ്പോൾ നോക്കുമ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട്, കാഴ്ചയ്ക്ക് അത്ര പ്രശ്നമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഡയബറ്റീസിന്റെ എഫക്റ്റ് വന്നു തുടങ്ങി, പ്രായത്ര ആയിട്ടില്ല, ഷുഗർ നല്ലോണം ശ്രദ്ധിക്കണം. അതേപോലെ അത് കുഴപ്പമില്ല, ഞാൻ എല്ലാ 6 മാസം കൂടിയും വരും, എനിക്ക് ഇവിടെ ഒരു വലിയൊരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കണം, അതാണ് എൻ്റെ സ്വപ്നം. അപ്പൊ അദ്ദേഹം പോയി. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും റെറ്റിനോപ്പതി കുറച്ചും കൂടി വർദ്ധിച്ചു. ട്രീറ്റ്മെന്റ് വേണ്ടി വന്നു, ലേസർ ട്രീറ്റ്മെന്റ് വേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി 6 മാസം ആക്കാൻ പറ്റില്ല, കുറച്ചും കൂടി ഫ്രീക്വന്റ് ആയിട്ട് 4 മാസം കൂടുമ്പോൾ വരണം. ഇപ്പോൾ കാഴ്ചയുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, 5 സ്റ്റാർ ഹോട്ടലിന് പൈസ ശരിയായി, ഞാൻ വരും, പിന്നെ ഞാൻ തിരിച്ചു പോവില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ചുകൂടി ലേറ്റായി, കണ്ണിൽ ബ്ലീഡിങ് തുടങ്ങി. അപ്പോൾ ഇഞ്ചക്ഷൻസ്, സർജറി ഒക്കെയാണ് പിന്നെ അടുത്ത ഓപ്ഷൻസ്. കാഴ്ച കുറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം മാറി, എൻ്റെ കണ്ണ് ശരിയാവൂ എന്നുള്ള ചോദ്യമായി. അപ്പോഴാണ് അദ്ദേഹം ആദ്യം ശരീരത്തിന്റെ പ്രാധാന്യം ആലോചിക്കുന്നത്. പിന്നെയും കുറച്ച് ശരിയപ്പോൾ ആദ്യം പോയി. പിന്നെ വരുന്നത് കിഡ്നി ഒക്കെ ബാധിച്ച് നെഫ്രോപ്പതി, അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ് വരുന്നത്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എന്തായിരുന്നു, ഞാൻ രക്ഷപ്പെടുമോ? അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ലൈഫിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും വിസ്മരിക്കുന്നു.
നമ്മുടെ സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം നൽകുന്നു, നമ്മുടെ പദവിക്ക് പ്രാധാന്യം നൽകുന്നു, സമ്പത്തിന് പ്രാധാന്യം നൽകുന്നു, ഫാമിലിക്ക് പ്രാധാന്യം നൽകുന്നു. പക്ഷേ നമ്മുടെ ശരീരത്തിന് പ്രാധാന്യം നൽകുന്നില്ല. അതാണ് ഫസ്റ്റ് ചെയ്യുന്ന മിസ്റ്റേക്ക്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് കുമാരസംഭവത്തിൽ ഭഗവാൻ ശിവൻ പാർവതിയോട് പറയുന്നുണ്ട്. ബാക്കി എല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആരോഗ്യം വേണം. ശരീരത്തിനെ പറ്റി എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? ശരീരത്തിന്റെ പല ഭാഗങ്ങളും നോക്കാത്ത ആൾക്കാരുണ്ട്. പലപ്പോഴും ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാവാം, നഖം വെട്ടിയിട്ടുണ്ടാവില്ല, പല്ല് ശരിക്കും തേച്ചിട്ടുണ്ടാവില്ല, കണ്ണുകളുടെ കാഴ്ച പരിശോധിച്ചിട്ടുണ്ടാവില്ല, ഒരു കണ്ണിന് കാഴ്ച ഉണ്ടോ തന്നെ ഇല്ല എന്നുള്ള കാര്യം തന്നെ അറിയാത്ത ആൾക്കാരുണ്ട്. ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പൊ ഒരു 40-45 വയസ്സിലേക്ക് അങ്ങനെ ഓടും. അത് കഴിഞ്ഞാൽ ബോഡി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ശരീരത്തെ പറ്റി ചിന്തിക്കുന്നത്. പ്രായമാവും തോറും ബോഡിയുടെ ആ പ്രൊട്ടസ്റ്റ് കൂടിക്കൂടി വരും. ഒരു പ്രായമുള്ള ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? അദ്ദേഹം ഇങ്ങനെ ശരീരത്തിൽ കുഴമ്പും തേച്ച് രാവിലെ വേദന, വയറ്റിന്ന് പോകുന്നത് ശരിയായില്ല, ഭക്ഷണം ശരിയായില്ല, ഇതൊക്കെ ആയിരിക്കും ചർച്ച. റിട്ടയർ ചെയ്തു, പൈസ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഈ ലോകത്തിൽ ഷെയർ ചെയ്യാൻ ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്ന എന്തിനു വേണ്ടിയിരിക്കും? അല്ല പൈസ കിട്ടാനോ അങ്ങനത്തെ കാര്യത്തിലേ പോകുള്ളൂ. കേൾക്കാനൊന്നും ഇല്ല അദ്ദേഹത്തിന്റെ അടുത്ത്. പിന്നെയും പ്രായം ചെല്ലുമ്പോൾ ചെയ്യാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഗിൽട്ട് അത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ മറ്റുള്ളവരെ ഉപദേശിക്കുക, ദേഷ്യപ്പെടുക, ഇതൊക്കെയാണ് പിന്നെ ഉണ്ടാവുന്നത്. അപ്പൊ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല, ധർമ്മം അനുഷ്ഠിച്ചില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്? കാരണം മനസ്സ് യഥാർത്ഥത്തിലുള്ള ദിശയിലായിരുന്നില്ല. എന്തായിരുന്നു പ്രധാനപ്പെട്ട ധർമ്മം? മനസ്സ് റെഗുലേറ്റഡ് ആവണം. എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുന്നത് എപ്പോഴാണ്? മനസ്സ് റെഗുലേറ്റഡ് ആവുമ്പോൾ മാത്രം. ശരീരത്തിൽ നല്ല ആരോഗ്യമുണ്ട്, നല്ല സാമൂഹിക സ്ഥിതി ഉണ്ട്, പക്ഷെ മാനസിക ആരോഗ്യം ഇല്ലെങ്കിൽ എന്താണ് പ്രയോജനം? മാനസിക രോഗിയാണ്, സ്ട്രെസ്ഡ് ആണ്, ഒരു കാര്യമില്ല, ഒരു ജോലിയും കിട്ടില്ല. ചിലപ്പോൾ ജോലി തന്നെ പറഞ്ഞു വിടേണ്ടി വരും. ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ട് ചെയ്യുമ്പോൾ. ആ മനസ്സാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിനെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കേന്ദ്രത്തിലേക്ക് സെൻറ്റർ ചെയ്യണം. മനസ്സ് സെറ്റിൽഡ് ആവാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് ആദ്യം തന്നെ തിരിച്ചറിയണം. ഇതിനാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. മനസ്സിനെ കൂടുതൽ 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 സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കുക. നമ്മൾ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുന്ന ഈ അവസ്ഥയിലുള്ള ജീവിതം മാത്രമല്ല ജീവിതം. സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിലെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ മനസ്സിനെ പ്രവർത്തിക്കുന്ന ഒരു ജീവൻ, അത് നമ്മുടെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം മാത്രമേ മനസ്സിനും വർക്ക് ചെയ്യാൻ സാധിക്കൂ. ജീവൻ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല. ഇപ്പൊ എത്ര നല്ല സർജറി ചെയ്താലും, എത്ര നല്ല മെഡിസിൻസ് കൊടുത്താലും ശരീരത്തിൽ ജീവൻ ഇല്ലെങ്കിൽ അതൊന്നും ഫലിക്കില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പലപ്പോഴും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ഒരു അസുഖം മാറണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പലരും പലത് പറയും. നല്ല മരുന്നാവണം, നല്ല ഡോക്ടർ ആവണം, നല്ല ഹോസ്പിറ്റൽ ആവണം, നല്ല ഇൻസ്ട്രുമെന്റ്സ് വേണം, വിശ്വാസം വേണം ഒക്കെ പറയും. പക്ഷെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്താണ്? ഉള്ളിലൊരു ജീവൻ ഉണ്ടാവും. ആ ജീവനാണ് ഈ ശരീരത്തിനെ നിലനിർത്തുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത്, നമ്മൾ കാണുന്ന കാഴ്ചകളെ നമ്മൾ അസിമുലേറ്റ് ചെയ്യുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹം ആശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. അഹം, അതായത് ഞാൻ എന്ന ജീവൻ, ആത്മൻ ആണ് വൈശ്വാനരൻ എന്നുള്ള ഭാവത്തിൽ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ അന്നങ്ങളെയും അസിമുലേറ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ് അന്നം? കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, കേൾക്കുന്ന വാക്കുകൾ, കാണുന്ന കാഴ്ചകൾ, സ്പർശനം, സ്വാദ്, ഭക്ഷണം എല്ലാം ആഹാരമാണ്, ഇൻപുട്സ്. മനസ്സിൽ ചിന്തകൾ, ഇതെല്ലാം അസിമുലേറ്റ് ചെയ്ത് അതിനെ ഈ ലൈഫിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്നത് ആ ജീവനാണ്. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു സെല്ലിന്റെ രൂപത്തിൽ ആദ്യം അവിടെ ഡിപ്പോസിറ്റഡ് ആയിട്ട് അതിനുശേഷം ഈ ശരീരം നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് സയൻസ് ഇതുവരെ തെളിയിച്ചിട്ടില്ല. ഒരു വിത്തിൽ നിന്നും എങ്ങനെയാണ് ഒരു മരം ഉണ്ടാവുന്നത്, എങ്ങനെയാണ്? എല്ലാ കോശങ്ങളും ഒരേ ക്രോമസോമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളും ഒരേ ക്രോമസോം തന്നെയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് കിട്ടിയിട്ടുള്ള ജനറ്റിക് സ്ട്രക്ചറാണ്. എങ്ങനെയാണ് ആ സെൽസിന് മനസ്സിലാവേണ്ടത്? ഇത് ഹാർട്ടിലെ സെല്ലാവണം, ഇത് സ്കെലിറ്റൻ മസിൽ ആവണം, സ്കെലിറ്റൽ ബോണിന്റെ സെൽസ് ആവണം, അതുപോലെ ബ്ലഡ് സെൽസ് ആവണം, തലച്ചോറിലെ നെർവ് സെൽസ് ആവണം. എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അത് ആർക്കും അറിയില്ല. അപ്പോ
മോർഫോജെനിസിസ് എന്നുള്ള ഈ ഒരു കാര്യം, ശരീരം നിർമ്മിക്കുന്ന ഈ കാര്യം എങ്ങനെയാണ് സംഭവിക്കുന്നത് എപ്പോഴും ഒരു മിസ്റ്ററിയാണ്. അപ്പോൾ മോർഫിക് ഫീൽഡ്സ് എന്നൊരു കാര്യമുണ്ട്. ആ ഫീൽഡിനനുസരിച്ചിട്ടാണ് ഈ സെല്ലുകളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. അതിപ്പോൾ ശരീരത്തിന്റെ കാര്യം വിടും, നമ്മൾ ആറ്റംസിന്റെ ലെവലിൽ പോയാൽ അറിയാം. ഹൈഡ്രജൻ, ഒരു ഉദാഹരണം, ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്ത് വെള്ളം ഉണ്ടാവുന്നു. എന്തുകൊണ്ട് എല്ലാ ഹൈഡ്രജൻ ഓക്സിജനും കമ്പൈൻ ചെയ്ത് വെള്ളം ആവുന്നില്ല? കുറെ ഓക്സിജൻ ഇപ്പോഴും ശ്വസിക്കാറുണ്ട്, കുറെ ഹൈഡ്രജൻ വേറെ ഉണ്ട്. അതുപോലെ എല്ലാ എലിമെന്റ്സും ഇതെങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത് നമുക്കറിയില്ല. മോർഫിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്പിരിച്വൽ ലിറ്ററേച്ചറിൽ ബോധം എന്ന് പറയുന്നു, കോൺഷ്യസ്നസ്, ബോധമാണ് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഡയറക്ഷൻ നൽകുന്നത്. നമ്മുടെ ഉള്ളിലൊരു ബോധമുണ്ട്, കോൺഷ്യസ്നസ്. കോൺഷ്യസ്നസ് ഇസ് ഓൾ ദാറ്റ് ഇസ് എന്നുള്ള ഒരു പുസ്തകമുണ്ട്. കോൺഷ്യസ്നസ് തന്നെയാണ് ചിന്തകൾക്ക് രൂപം നൽകുന്നത്, ചിന്തകളെ മാനേജ് ചെയ്യുന്നത്, കോശങ്ങളെ മാനേജ് ചെയ്യുന്നത്, അത് ശരീരത്തെ മാനേജ് ചെയ്യുന്നത്. ആ ബോധം, ഇതെല്ലാം പോയാലും ബോധം നശിക്കുന്നില്ല എന്ന് നമ്മുടെ ഉപനിഷത്ത് പറയുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ഈ പ്രജ്ഞ, ഈ കോൺഷ്യസ്നസ് ഏത് തീരുമാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഇത് ശാസ്ത്രത്തിന് ഒരു അത്ഭുതമാണ്. ബോധമുണ്ട്. ക്വാണ്ടം ഫിസിക്സിൽ പറയുന്നുണ്ട് ഒരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിൽ വെർച്വൽ പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നു. വെർച്വൽ പാർട്ടിക്കിൾസ് ചിലത് ശരിക്കുള്ള പാർട്ടിക്കിൾസ് ആവുന്നു, പ്രപഞ്ചമായി മാറും, ചിലത് ആവുന്നില്ല. ആകെ 2% പ്രകടമാവുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം തിരിച്ച് വെർച്വലായിട്ട് ലയം പ്രാപിക്കും ഫീൽഡിൽ തന്നെ. അപ്പൊ എങ്ങനെയാണ് ഈ തീരുമാനം, ഇതിൽ ഏതാണ് പ്രകടമാവേണ്ടത്, ഏതാണ് പ്രകടമാവേണ്ടാത്തത് എന്നെങ്ങനെയാണ് അറിയുന്നത്? അപ്പൊ ഈ കോൺഷ്യസ്നസിന് അതിൻ്റെതായ ഡയറക്ഷൻ നൽകുന്ന അതിന്റെ പുറകിലൊരു ശക്തി ഇല്ലേ? സയൻസിന് ഉത്തരമില്ല. അതിപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് കിടക്കാണ്. സഹജമാർഗത്തിലെ ഗുരുനാഥനായിട്ടുള്ള ബാബുജി മഹാരാജ് പറഞ്ഞത് കോൺഷ്യസ്നസ് ഇസ് ദ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് എന്നാണ് പറഞ്ഞത്. ബോധം എന്ന് പറയുന്നത് ഈശ്വരന്റെ കൈകളുടെ ഒരു ഉപകരണം മാത്രമാണ്. അപ്പോ ഈശ്വരൻ എന്ന് പറയുന്നത് ഈ കോൺഷ്യസ്നസിനെ പ്രവർത്തിപ്പിക്കുന്ന അതിന്റെ പുറകിൽ ചാലകമായിട്ടുള്ള ഒരു വിൽ ആണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു ഇച്ഛയുണ്ട് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന. ആ വിൽ പ്രകടമാവണം, ആ വിൽ വിഡ്രോ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു എൻറ്റിറ്റി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ എൻറ്റിറ്റി എന്താണ്, ഏതാണ് എന്നത് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ ലൈഫ് എല്ലാം ആ എൻറ്റിറ്റിയാൽ, ആ എൻറ്റിറ്റി നമുക്ക് നൽകുന്ന ഇച്ഛാശക്തിയാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ലൈഫിൽ നമുക്ക് യഥാർത്ഥത്തിൽ ആ ഹയസ്റ്റ് ലെവൽ ഓഫ് വില്ലിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ കോൺഷ്യസ്നസ്, ബോധം ശരിയായിട്ട് രൂപത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ധർമ്മവും എല്ലാം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കില്ലേ? അപ്പൊ ആ ഹയർ വില്ലായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുകയല്ലേ നമ്മുടെ ലക്ഷ്യം എന്ന് നമ്മളൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. ഈ വില്ല് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം, എന്താണ് നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യും. അടുത്ത സെഷൻ വരേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.